ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയുടെ അച്ഛൻ എന്താ വരാത്തത്? മകളെയും മരുമകനെയും കാണണമെന്നുള്ള ആഗ്രഹം അച്ഛനില്ലേ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു കഥ അങ്ങ് എടുത്തിട്ടേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ കസേരയൊക്കെ ഇട്ട് നേരെ പോയി മുത്തശ്ശിയുടെ അടുത്തിരിക്കുക. അതെന്താന്ന് വെച്ചാൽ ശ്രുതിയുടെ അച്ഛന് എപ്പോഴും പണത്തെപ്പറ്റി മാത്രമേ ചിന്തയുള്ളൂ. ദേ, നോട്ടെണ്ണുന്ന മെഷീൻ വരെ വീട്ടിലുള്ളത്, സ്വന്തമായിട്ടൊരു ATM കൗണ്ടർ വരെയുണ്ട്. അതെ, വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തട്ടി വിടുവാണ്. അയ്യോ, ATM കൗണ്ടറൊക്കെ ഉണ്ടോയെന്ന് പറഞ്ഞു ശ്രുതിയുടെ ചങ്കിൽ പഞ്ഞി വെച്ചാൽ കത്തും. അപ്പോൾ അതേ വീട്ടിൽ വെച്ചിരിക്കുകയാണോ ശ്രുതി എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇതായിട്ട് ശ്രുതി ഇങ്ങനെ ചോദിക്കാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ വളിപ്പാണെന്നുള്ളത് രേവതിക്കും സച്ചിക്കും മനസ്സിലായി. ആരകല്ലായിരിക്കും നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു കേട്ടോ. ചാന്ദ്രമതി അങ്ങ് കണ്ണ് മഞ്ഞളിച്ച് തനി 916 സ്വർണത്തിൻ്റെ കളറായി കണ്ണിനൊക്കെ. അപ്പോൾ പണത്തിന് പുറകെ ഓടി എൻ്റെ ഏട്ടൻ കുടുംബം നോക്കുന്ന കാര്യം മറന്നുപോയെന്നും ഭാര്യയെ പോലും ശ്രദ്ധിച്ചില്ല, ഭാര്യയ്ക്ക് അസുഖമുണ്ടെന്നുള്ള കാര്യം പോലും അദ്ദേഹം അറിഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടൻ നിന്ന് കരയുക. പിന്നെ ശ്രുതിയുടെ അമ്മ എല്ലാവരെയും വിട്ടു പോയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇളയച്ച എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഒരൊറ്റ വിളി. അപ്പോൾ ഇളയച്ചൻ പറയട്ടെ, ഉള്ളിലൊക്കെ ഉള്ളതൊക്കെ ഇങ്ങ് പോരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി. അപ്പോൾ എന്തിനാ ഇതൊക്കെ ഇപ്പം ഇവിടെ പറയുന്നേ എന്ന് ശ്രുതി ചോദിക്കുമ്പം മനസ്സ് വിങ്ങുന്നത് കൊണ്ട് പറഞ്ഞു പോയതാ മോളെന്നും പറഞ്ഞുകൊണ്ട് ഇളയച്ചൻ നിന്ന് കരയുക. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ അന്തം വിട്ടിരിക്കുക ഇവരൊക്കെ. ശ്രുതിയുടെ അമ്മ മരിച്ച ഉടനെ ഇവരുടെ അച്ഛൻ ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ വിവാഹം കഴിച്ചു എന്ന കാര്യം പറഞ്ഞു. ഓ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക പേടിച്ച്. ആ ഒരൊറ്റ കാര്യം കൊണ്ടാ ശ്രുതി അച്ഛനോട് പിണങ്ങിയതെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴേക്കും ഓ, അതൊരു വലിയ കാര്യം വല്ലതും ആണോ? അദ്ദേഹത്തിനൊരു തുണ വേണമെന്ന് കരുതി കാണുമായിരിക്കും. അത് വേണ്ട എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോൾ ഇയാൾ കയറി ചന്ദ്രമതിയോട് പറയാം, ദേ അതെങ്ങനെ വലിയ കാര്യമല്ലാതാകും? നിങ്ങൾ മരിച്ചു പോയെന്ന് കരുതുക. ഞാൻ മരിക്കാനോ? ഊഹിക്ക് ചന്ദ്രമതി ചേച്ചി പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക. നിങ്ങൾ മരിച്ചു പോയതിൻ്റെ 3-ാം മാസം ഇദ്ദേഹം ഒരു ചെറുപ്പക്കാരി പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചാ എങ്ങനെ ഇരിക്കും എന്നിയാൾ ചന്ദ്രമതിയോട് ചോദിക്കുമ്പോഴേക്കും അച്ചമ്മയും രവിയേട്ടനൊക്കെ മുഖാമുഖം നോക്കുക. ഇദ്ദേഹം അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടപ്പെടുക? അപ്പം നിങ്ങൾക്ക് ഉദാഹരണം പറയാൻ എന്നെ മാത്രമാണോ കിട്ടിയുള്ളൂ എന്ന് ചോദിച്ചു ചന്ദ്രമതിയെ. അയ്യോ, നിങ്ങളതിന് മരിച്ചില്ലല്ലോ, ടെൻഷൻ ആവണ്ട, ഞാനൊരു ഉദാഹരണം മാത്രമായിട്ട് പറഞ്ഞതല്ലേ. അതൊക്കെ കേട്ടോ അച്ചമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അത് പിന്നെ മോളെ ശ്രുതി, നിന്റെ അച്ഛനെ നിന്നോട് പിണക്കമൊന്നും ഇല്ല കേട്ടോ നിളയച്ചൻ ഇങ്ങനെ പറയുമ്പോൾ അയ്യോ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതേ വർഷയും ശ്രീകാന്തൊക്കെ ഇങ്ങനെ ചിരിക്കാം. ശ്രുതിയെ കാണണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമൊക്കെ ഉണ്ട്. എന്നാൽ ശ്രുതിയുടെ പിണക്കം അത് മാറുന്നില്ലല്ലോ. അച്ഛനെ കാണണ്ടെന്നല്ലേ ഇവള് പറയുന്നത്. അപ്പം പിണക്കം ഒന്ന് മാറ്റും ശ്രുതി, എന്തായാലും അച്ഛനല്ലേ, മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കാം. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ ഫോണിൽ റിങ് ചെയ്തു. അയ്യോ, അച്ഛനാണോ എന്ന് ശ്രുതി. അല്ല, എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ഒരു മിനിറ്റേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണും കൊണ്ട് ശ്രുതി അപ്പുറത്തേക്ക് അങ്ങ് പോയി. ശ്രുതി എന്നിട്ട് അപ്പുറം മാറി നിന്ന് ഫോണിൽ സംസാരിക്കുക. അപ്പോൾ അല്ല, അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരായിരുന്നു കേട്ടോ എന്ന് നമ്മുടെ അച്ഛൻ പറയുമ്പോൾ എനിക്ക് ഡബിൾ റോൾ ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് മനസ്സിൽ നമ്മുടെ ഇറച്ചിവെട്ടുകാരൻ പറയാം. അപ്പം എന്താ പറഞ്ഞേ എന്ന് രവിയേട്ടൻ ചോദിച്ചു. എന്ത് പറയാനാന്നും ചോദിച്ചോണ്ട് അടുത്ത് ചിരിക്കുക. ഞാനൊന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞിരുന്ന് പൊട്ടഞ്ചേരി ചിരിക്കുക. അപ്പോഴത്തേക്കും അപ്പുറം മാറി നിന്ന് നമ്മുടെ ശ്രുതി ഫോൺ എടുത്ത് വിളിക്കുവാണ്. വേറെ ആരും ആയിരുന്നില്ല, മീരയായിരുന്നു വിളിച്ചത്. അതെ, ഞാനിവിടെ കുറച്ച് തിരക്കില്ലെങ്കിൽ പിന്നെ വിളിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ശരി, അസുഖം കൂടിയിട്ടൊന്നും ഇല്ലല്ലോ, വേറെ കുഴപ്പം വല്ലതും ആണോ? ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാവേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. അങ്ങനെ ശ്രുതി എന്നിട്ട് ഫോണും കട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ. അപ്പോഴും ഇവിടെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചേച്ചി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ശ്രുതിമോൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചേച്ചി ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തട്ടി വിടുവാണ് ഇവിടെ ഇരുന്ന്. എന്ത് ചെയ്യാനാ, അവർ നേരത്തെ മരിച്ചു പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് കലി വരുന്നുണ്ട്. ശ്രുതി നേരത്തെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പറയുന്നത് കേട്ടോണ്ടല്ല ചെല്ലുന്നത്. തൊട്ടടുത്ത നിമിഷം തന്നെ അമ്മയ്ക്ക് അസുഖമാണെന്നും പറഞ്ഞതേ കോളും വന്നു വിടുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് കേട്ടുകൊണ്ട് ചെന്ന് നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര കലിപ്പായി. ഒന്ന് നിർത്തുന്നുണ്ടോ, എൻ്റെ അമ്മ മരിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ എടുത്ത് ചാടി അങ്ങ് പറഞ്ഞു. കയ്യിൽ നിന്ന് പോയി. ശ്രുതിയുടെ വായിൽ നിന്ന് തന്നെ സത്യങ്ങളൊക്കെ പുറത്ത് വരിക. എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അമ്മ മരിച്ചിട്ടില്ലെന്നോ, എന്തിനാ എൻ്റെ അമ്മ മരിച്ചു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും വായും തുറന്ന് ഇങ്ങനെ നോക്കുക. എല്ലാവർക്കും ഭയങ്കര ഇത്. അപ്പോൾ ഈ ഒരു ഷോക്കിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. അല്ല, നിന്റെ അമ്മ ജീവിച്ചിരിപ്പില്ലെന്നല്ലേ നീ ഞങ്ങളോട് പറഞ്ഞത് എന്ന് രവിയേട്ടൻ അന്നേരം ചോദിച്ചു. അത് പിന്നെ അമ്മ ഇപ്പോഴും
എൻ്റെ ഉള്ളിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അതിന് മറികടക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴേക്കും നമ്മുടെ അണ്ണനും ആകെ ടെൻഷനായി പോയിട്ടോ. ശ്രുതിക്ക് കരച്ചിൽ വന്നു. ശ്രുതി കരയും. അപ്പോഴത്തേക്കും അമ്മ മരിച്ചതായി ഞാൻ ഇന്ന് വരെ വിശ്വസിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് ഒരു പൂങ്കണ്ണീരും അങ്ങ് ഇറക്കി. അയ്യോ ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് ശ്രുതി പിന്നെ അമ്മയും മോനും കൂടെ ചെന്ന് ശ്രുതി അപ്പുറേന്ന് ഇപ്പുറേന്ന് കെട്ടിപ്പിടിച്ച് താങ്ങി നിർത്തിയിട്ട് വിഷമിക്കാതെ, ഇദ്ദേഹം നിന്റെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞത് സത്യമായ കാര്യമാണല്ലോ മോളെ, പിന്നെ നീ എന്തിനാ അദ്ദേഹത്തിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ കരയുക. അപ്പോൾ ശ്രുതിക്ക് അമ്മയായിട്ട് ഈ ഞാനുണ്ടല്ലോ പിന്നെ എന്താ വിഷമിക്കുന്നത്, ഞാൻ ഇവളെ നന്നായിട്ട് നോക്കിക്കോളാവെന്നൊക്കെ പറഞ്ഞു ശ്രുതിയോട് ഇളയച്ചനോടും ചന്ദ്രമതി. അപ്പോൾ സാരമില്ല പോട്ടെ വിഷമിക്കാതെ എന്ന് പറഞ്ഞു ശ്രുതിയോട് അച്ഛനോട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഇവളെ ഒന്ന് കണ്ടിട്ട് പോകാനെങ്കിലും പറ, ഇവർക്കിടയിലുള്ള പിണക്കമൊക്കെ അന്നേരം മാറിക്കോളൂ എന്നിങ്ങനെ പറയുക കേട്ടോ നമ്മുടെ രവിയേട്ടൻ. ചേട്ടന് പിണക്കമൊന്നുമില്ല, പിണക്കമുണ്ടെങ്കിൽ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവോ, ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ ചേട്ടനെ റിപ്പോർട്ട് ചെയ്താൽ ചേട്ടൻ ഇവിടെ പറന്നെത്തും എന്ന് ഇളയച്ചൻ. മകൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന് റിപ്പോർട്ട് കൊടുത്താൽ അച്ഛൻ മലേഷ്യയിൽ നിന്ന് നിധിയുമായിട്ട് പറഞ്ഞെത്തുമല്ലേ എന്ന് സച്ചി ചോദിക്കാം. സച്ചി നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അച്ഛൻ സച്ചിയോട്. അപ്പോൾ സോറി അങ്കിൾ, ഞാൻ എല്ലാവരും ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നിടത്താണ് ഇങ്ങനെ കരഞ്ഞത്, ഞാൻ എല്ലാവരുടെയും മൂഡ് സ്പോയിൽ ചെയ്തല്ലേ എന്ന് ചോദിച്ചേ ഈ ശ്രുതി. അയ്യോ അങ്ങനെയൊന്നുമില്ല മോളെ, നീ സന്തോഷത്തോടെ ഇരിക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം, നിനക്ക് ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ, എൻ്റെ മോള് വിഷമിക്കല്ലേ. പിന്നെ ശ്രുതി എല്ലാവർക്കും പോയി കരിമ്പെടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് ശ്രുതിയെ കരിമ്പെടുക്കാനായിട്ട് പറഞ്ഞു വിട്ടു. ശ്രുതി ആണെങ്കിൽ കരിമ്പെടുക്കാനായിട്ട് അങ്ങ് പോയി. അങ്ങനെ വലിയ നീളത്തിലുള്ള കരിമ്പും കൊണ്ടുവന്ന് ശ്രുതി അതൊക്കെ മുറിച്ചിങ്ങനെ എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ എല്ലാവരും കരിമ്പ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി കരിമ്പ് കാലുകൊണ്ട് ഒടിക്കാൻ നോക്കിയിട്ട് അനങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് ചെന്നു. സച്ചി ചെന്നിട്ട് അത് മേടിച്ച് ഓടിച്ച് ഇവരുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തു. അപ്പോൾ കണ്ടോ എൻ്റെ കുട്ടി ചെയ്തത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മ അതൊക്കെ ഒരു നാക്കാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മുടെ സച്ചി എല്ലാവർക്കും കരിമ്പ് ഇങ്ങനെ കാലേ വെച്ച് ഓടിച്ചോടിച്ച് അങ്ങ് കൊടുത്തു. ആ സമയത്ത് നമ്മുടെ സച്ചി ചെയ്യുന്നത് കണ്ട് ചേട്ടൻ, അതായത് നമ്മുടെ ഇറച്ചി വെട്ടുകാരൻ ചേട്ടൻ ഈ കാലയിലേക്ക് വെച്ചിട്ട് ഇതെടുത്ത് ഒരൊറ്റ ഇടി, മുമ്പും ഞാൻ ഇങ്ങനെയൊക്കെ കരിമ്പ് വെട്ടിയിട്ടുണ്ട് കേട്ടോ എന്നും പറഞ്ഞു ഒരൊറ്റ ഒടിക്കലും ഒരൊറ്റ കാർച്ചയായിരുന്നു. ഉമ്മ എന്നും വിളിച്ചൊരൊറ്റ കരച്ചിൽ. ഉമ്മയോ അല്ല അമ്മ എന്നും വിളിച്ചോണ്ട് പിന്നെ ഇങ്ങനെ അമ്മയെ വിളിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ കാലുമെല്ലാം പറ്റുമോയെന്ന് ചോദിച്ചു. എല്ലു പൊട്ടിക്കാണു അത്രേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചേട്ടൻ ഇരിക്കുക. എന്നിട്ട് കരിമ്പ് കടിച്ച് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ സച്ചി ഇയാളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഇടത്തോളാം എന്നുള്ള ഇതിൽ സച്ചി ഇങ്ങനെ പറഞ്ഞ് നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ എല്ലാവരും കരിമ്പൊക്കെ കഴിച്ച് അകത്തെ റൂമിൽ ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശ്രുതിയോട് ചോദിച്ചു മോൾ ഓക്കെ ആയോ എന്ന് ചോദിച്ചു അച്ഛമ്മ. അപ്പോൾ ഓക്കെ ആയെന്ന് പറഞ്ഞു. ഈ സമയം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് നമ്മളെ വിട്ടു പോയാൽ അത് താങ്ങാൻ കഴിയുന്നതല്ലെന്ന് രേവതി അവിടെ ഇരുന്ന് പറയാം. അതിൻ്റെ വിഷമം അനുഭവിച്ച ഒരാളാണ് ഞാനെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതിക്കും ചന്ദ്രമതിക്കും ഇങ്ങനെ പുച്ഛിച്ചിരിക്കുക. അച്ഛനെ ഞങ്ങൾക്ക് ജീവനായിരുന്നു, ഞങ്ങളെയും അച്ഛന് ജീവനായിരുന്നു, അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ പറയുന്നു കേട്ടോ. അത് കേട്ടപ്പോൾ വർഷയ്ക്ക് ഭയങ്കര ഒരു സെൻറ്റിമെൻറ്റ്സും ഇതൊക്കെ ആയി. ഈ പെട്ടെന്ന് ശ്രുതി അമ്മയില്ലെന്നുള്ള വിഷമമൊന്നും മോൾക്ക് വേണ്ട കേട്ടോ, ഞാനില്ലേ നിനക്ക്, നീ എന്നെ അമ്മായിയമ്മയായിട്ട് കാണണ്ട, അമ്മയായിട്ട് കണ്ടാൽ മതി, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ഞാൻ നിന്നെ എൻ്റെ സ്വന്തം മകളായിട്ട് തന്നെയാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അന്നേരത്തേക്കും ശ്രുതിയോട് പറഞ്ഞു. രേവതിയുടെ മുഖം അന്നേരം വല്ലാതാകുന്നത് അച്ചമ്മ ശ്രദ്ധിച്ചു. അച്ചമ്മയ്ക്ക് ഇത് മനസ്സിലായി. ചന്ദ്രേ നിനക്ക് ഒരു മരുമകളും മാത്രമല്ല ഉള്ളത്, 3 മരുമക്കളെയും മകളെ പോലെ തന്നെയാണ് നീ കാണേണ്ടത്. അപ്പോൾ വർഷയും ഞാൻ എൻ്റെ മോളെ പോലെ തന്നെയാണ് കാണുന്നതെന്ന് ചന്ദ്രമതി. അപ്പോൾ രേവതിയോ അവളെ അങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല, അവളുടെ അമ്മ ജീവനോടെ ഇല്ലേ എന്ന് ചന്ദ്രമതി അന്നേരം ചോദിക്കുക. വർഷയുടെ അമ്മയും ജീവിച്ചിരിപ്പില്ലേ എന്ന് ചോദിച്ചു നമ്മുടെ അച്ഛമ്മ. അപ്പം അതാണ് എനിക്ക് ഒരമ്മ മതി കേട്ടോ, എപ്പം നോക്കിയാലും എന്നെ വഴക്ക് പറയുമെന്നും പറഞ്ഞ് ആ ഒരമ്മയെ തന്നെ സഹിക്കാൻ വല്ലാത്ത പാടാ, പിന്നെ വേറൊരു അമ്മയും കൂടിയെന്നും പറഞ്ഞ് ചന്ദ്രമതിക്ക് നല്ല മറുപടിയും കൊടുത്തു നമ്മുടെ വർഷ. അപ്പോൾ അത് കേട്ടപ്പോൾ ചന്ദ്രമതി ചൂളിപ്പോയി. ആൻറ്റി എൻ്റെ ആൻറ്റി ആയത് മാത്രം മതി കേട്ടോ, അമ്മയാവാൻ വരണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് അച്ഛമ്മ ചോദിക്കുവാണ് ഈ ചന്ദ്രമതിയോട്. ആ സമയത്ത് ചന്ദ്രേ 3 മക്കളെയും നീ ഒരുപോലെ കാണുന്നില്ല, അതിലും നിനക്ക് വേർതിരിവുണ്ട്, മരുമക്കളെയെങ്കിലും ഒരുപോലെ കാണാനുള്ള മനസ്സ് നിനക്ക് കാണിച്ചൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്രമതി ആണെങ്കിൽ ആ കരുവെല്ലാം കൂടെ കടിച്ച് പറിച്ചിങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. ഇത് കാണുമ്പോൾ ചന്ദ്രമതിക്ക് ചവിട്ട് കൊടുക്കാനാണ് അച്ചമ്മയ്ക്ക് തോന്നുന്നത്. എന്തായാലും ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചേട്ടൻ
പുറത്തേക്ക് വരുക. അപ്പോൾ ദേ എല്ലാവരും ഇവർ ആ മക്കളും അച്ഛനും ഒക്കെ കൂടെ അങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും ചേട്ടൻ വന്നു. രവേട്ടാ എന്നും പറഞ്ഞു വിളിച്ച്. എന്താ കുളിയൊക്കെ കഴിഞ്ഞോന്ന് ചോദിച്ചു. കഴിഞ്ഞു. കരിമ്പും കഴിച്ചു തീർത്തോ? അത് ഞാൻ കുളിച്ചോണ്ട് നിന്നപ്പോൾ കഴിച്ചോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രവിയേട്ടനോട് പറയാം. അപ്പം ഇത് എന്തൊരു കരിമ്പാ ഇത്? ഭയങ്കര സ്ട്രോങ്ങാ. കടിച്ചു തിന്നാനൊന്നും പറ്റുന്നില്ല, ജ്യൂസ് അടിച്ച് കുടിക്കുന്ന നല്ലതെന്ന് പറഞ്ഞിട്ട് ശ്രുതി. അപ്പം നിന്റെ തലയും കൊള്ളില്ല, പല്ലും കൊള്ളില്ല, കടിച്ച് തിന്നടാ, എന്നാലേ പല്ല് സ്ട്രോങ് ആവത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി ഇത് കടിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ പിന്നെ ഇങ്ങനെ പോത്തിൻ്റെയൊക്കെ എല്ല് കടിക്കും എന്ന് ചേട്ടൻ ചോദിക്കുക. ശ്രുതി ഇങ്ങനെ പുറകെ നടക്കും. ഇവൻ്റെ വായിൽ നിന്ന് എന്നതാ വീഴുന്നതെന്ന് അറിയത്തില്ലല്ലോ, എപ്പോഴാണ് പണി കിട്ടണമെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അപ്പം ഈ പോത്തിൻ്റെ എല്ല് കടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. പോത്തിൻ്റെ എല്ലിനൊപ്പം ഇറച്ചി പറ്റി പിടിച്ചിട്ടുണ്ടാവും, ഇറച്ചി മാത്രം കടിച്ച് പറിക്കരുതെന്നും എല്ലും ഇറച്ചിയും ചേർത്ത് വേണം കഴിക്കാനെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇവരിയ്ക്കുക നമ്മുടെ ശ്രുതിയൊക്കെ. അപ്പോഴത്തേക്ക് ശ്രുതി എൻ്റെ ദൈവമേ ഇയാളെല്ലാം കുളമാക്കുമല്ലോ എന്ന് പറഞ്ഞു വന്നു. ആടിൻ്റെ എല്ല് പോത്തിൻ്റെ എല്ലിനേക്കാളും സോഫ്റ്റാണ് അല്ലയോ? പറ ഉത്തരം പറയാൻ പറഞ്ഞത്. അത് പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ അറിയാമെന്ന് ശ്രുതി. അപ്പം ഇയാളെ കൊണ്ട് തോറ്റല്ലോ, എന്ത് പറഞ്ഞാൽ കറി എല്ല് പീസ്. എൻ്റെ ദൈവമേ, ഇനി സംസാരിക്കാൻ വിട്ട് കഴിഞ്ഞാൽ ഇയാൾ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ പറയുന്നവർക്ക് മുട്ടനാടിൻ്റെ ചങ്കിലെ ചോര തരും. പറയൂ ചോര വേണ്ടവർ പറയൂന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കും അയാളെ. അപ്പോൾ ഇളയച്ച നല്ല ടയേർഡാ, മുറിയിലേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഉറങ്ങാനും പറഞ്ഞു. ശ്രുതി വിളിക്കുക. അപ്പോൾ അവൾ വിളിക്കുന്നത് കേട്ടില്ലേ, കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. രവിയേട്ടൻ ഇന്ന് ഞാൻ കുറേ ഉറങ്ങി, ഇനി ഉറങ്ങിയാൽ രാത്രി ഉറക്കം വരത്തില്ല. അതൊക്കെ വിട്ട് കള. പിന്നെ സച്ചി നിനക്ക് ചീട്ട് കളിക്കാൻ അറിയാവോ എന്ന് ചോദിച്ചു. അറിയാമെങ്കിൽ നമുക്കൊരു കൈ നോക്കിയാലോ? അപ്പം ഞാനേ അതിൽ വലിയ കില്ലാടിയാ കേട്ടോ. അപ്പോൾ അങ്കിൾ മലേഷ്യയിൽ ക്ലബിലേക്ക് പോകാറുണ്ടോ? ക്ലബിലൊക്കെ ഞാൻ പോകാറുണ്ട്. സുഹൃത്തുക്കളൊക്കെ വരും, ഞങ്ങൾ ചീട്ട് കളിക്കും, പിന്നെ എപ്പോഴും കാശ് വാരുന്നത് ഞാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടൻ ഇരിക്കുന്നു. ഞാൻ ക്ലബില് രാജാവാണെന്നൊക്കെ പറയുന്നതൊക്കെ നീ കേട്ടല്ലോടാ. എടാ നീ സ്കൂച്ചെടുക്കാൻ പറയടാ എന്ന് സച്ചിയോട് മഹേഷ് സ്വകാര്യത്തിൽ പറയുമ്പോൾ എന്താണ് ഒരു സ്വകാര്യം എന്ന് രവിയേട്ടൻ ചോദിച്ചു. ഒന്നുമില്ല, വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കല്ലേ, പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറയായിരുന്നു. അത് ശരിയാ സച്ചി, എനിക്ക് ഇവിടെ ഇരുന്ന് ആകെ ബോറടിക്കുക, ഈ നാടൊക്കെ ഒന്ന് ചുറ്റി കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, നമുക്ക് പോയാലോ? പിന്നെ നമുക്ക് പോവാലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചിയും പറഞ്ഞു. ആ സമയം ഇവിടെ കാണാൻ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, നമുക്ക് പോയിട്ട് വരാം എന്നും പറഞ്ഞ് ഇളയച്ചൻ. പുഴ, തോട്, കുന്ന്, വയൽ ഒക്കെ കാണാം നമുക്കെന്നും പറഞ്ഞു സച്ചി. പിന്നെ നിറയെ മാടുകളും ഉണ്ടെന്ന് പറഞ്ഞു. മാടുകളുണ്ടെന്നോ? അയ്യോ അവറ്റകളെയാണ് എനിക്ക് ആദ്യം കാണേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഇയാളെന്താ ഇങ്ങനെയെന്ന് ഓർത്ത് ഇവരെയും നോക്കുക. മാടുകളെ കാണാനോ? അതെന്താ അങ്ങനെയെന്ന് ശ്രുതി ചോദിച്ചു. ആടിനൊക്കെ ഇവിടെ എത്രയാ വില? അല്ല ഒത്തു വന്നാൽ നമുക്ക് വാങ്ങിക്കാവല്ലോ, അതാ ചോദിച്ചത്. കൊണ്ടോ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇയാൾ ആടിലെത്തി എന്ന് സച്ചി. ഇവിടെ ആടിൻ്റെയും മ്യൂസിയം ഒന്നും ഇല്ല. പിന്നെ ഇളയച്ചൻ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ശ്രുതി. അപ്പം പാർലറായിട്ട് നാട് ചുറ്റി കാണുമെന്ന് അദ്ദേഹം ഒരു ആഗ്രഹം പറഞ്ഞിരിക്കല്ലേ, അത് നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേന്ന് ചോദിച്ചു സച്ചി. അതെ മോളെ, സച്ചി നീ ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അച്ഛനും. അയ്യോ എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ അത്, ഇളയച്ച എന്നും പറഞ്ഞ് ഇങ്ങനെ ഇവർ പോകാൻ നോക്കുമ്പം അതെ ഇത് പാരീസോ മറ്റാണോ ചുറ്റിക്കാണാൻ? അല്ല പാരീസിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി വരാറുള്ളതാ, അവിടെയൊക്കെ ചീപ്പ് വിലയ്ക്ക് കടയിലേക്ക് വേണ്ടുന്നതിനൊക്കെ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ഇളയച്ചിനപ്പോ പാരീസിലും ബിസിനസ് ഉണ്ടോ എന്ന് ശ്രുതി. എന്താ ശ്രുതി ഇങ്ങനെ ആശ്ചര്യത്തോടെ ഇതൊക്കെ ചോദിക്കുന്നേ? നമ്മുടെ ചെമ്പനാട് ഹില്ലിന് അപ്പുറം കിടക്കുന്നതല്ലേ പാരീസ് എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ പർച്ചേസ് ചെയ്യാൻ പോവാറുണ്ട് എന്നു. അപ്പൊ ചെമ്പനാട് ഹില്ലോ പർച്ചേസിനും ശ്രുതിയുടെ കയ്യിൽ നിന്നെല്ലാം പോവാ. അങ്ങനെ ആ ഒരു വല്ലാത്തൊരിതിൽ നിൽക്കുമ്പോൾ പാരീസൊക്കെ അവിടെ കിടക്കട്ടെ, നമുക്ക് ഈ നാട് ചുറ്റിക്കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി. ശ്രുതി അവിടെയും ക്യാമറയൊക്കെ കാണുമോ എന്ന് ചേട്ടൻ ചോദിച്ചു. ക്യാമറയോ? മൊത്തം അയാൾ പൊളിച്ച് കൈ കൊടുത്തു. ക്യാമറയോ? അപ്പോഴേക്കും അയ്യോ എൻ്റെ ദൈവമേ നെറ്റ് ചൊറിയുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ ചേട്ടൻ നിൽക്കുമ്പം അയ്യോ ഈ നാട് ചുറ്റി കാണുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ, അതിനെ ക്യാമറ ചോദിച്ചതെന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി ഇങ്ങനെ ചോദിച്ചപ്പം അതെ എന്ന് പറഞ്ഞ ചേട്ടൻ. അപ്പോൾ ഫോണിലെ ക്യാമറ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് എടുത്താൽ പോരെ ചോദിച്ചു മഹേഷ്. അപ്പോൾ ശരി ശ്രുതി ഞാൻ പോയിട്ട് വരാവേ, ബൈ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാം. അപ്പം ഞാൻ പ്രകൃതിയുടെ രമണീയത ആസ്വദിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഇങ്ങനെ പോവുക. ആ സമയത്ത് ശ്രുതിയും അവരുടെ കൂടെ ചെല്ലാൻ പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ കൂടെ പോവാനോ? ഞാൻ അവരുടെ കൂടെ ഒന്നും പോകുന്നില്ല ശ്രുതി ഞാൻ ഈ കരിമ്പ് കടിച്ച് പറിച്ച് ആകെ ടയർഡായി, ഞാൻ പോയി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞ് ശ്രുതി നീ ഇതും കൂടെ തിന്നോളാൻ പറഞ്ഞു. ശ്രീകാന്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ശ്രുതി കയറി പോകുമ്പോൾ ശ്രുതി പറയുന്നത് കേക്ക്. അപ്പം വരുന്നുണ്ടെങ്കിൽ വാടാ, ഇവിടെ പാർക്കൊന്നുമില്ല നിനക്ക് കിടന്ന് ഉറങ്ങാനെന്ന് നമ്മുടെ
സച്ചി പറഞ്ഞു. അങ്ങനെ സച്ചി അതും പറഞ്ഞിട്ട് ഇവനെ കളിയാക്കുക. പക്ഷെ ശ്രുതിയും അച്ഛനും കൂടെ ശ്രുതിയെ തള്ളി വിടാൻ നോക്കുക കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ചേട്ടനും വിളിച്ചു, വാ നമുക്ക് പെട്ടെന്ന് വരാം, വാ ശ്രുതി വാ എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞു വിടുക. അപ്പോഴത്തേക്കും ശ്രുതിയുടെ ചങ്ക് കിടന്ന് കിടുകിടാന്ന് വിറയ്ക്കാൻ തുടങ്ങി. കാരണം പോണ പോക്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ശ്രുതിക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ ശ്രുതിയുടെ കൺട്രോളിലല്ലല്ലോ കാര്യങ്ങൾ. നടന്ന് കുറേ ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഷർട്ടക്കൂര് വീശാൻ തുടങ്ങി നമ്മുടെ ഇളയച്ചൻ. ചൂട് കൂടുതലാണെന്നും പറഞ്ഞു. ആ സമയത്ത് മഹേഷും സച്ചിയും കൂടി ഇയാളെ വാച്ച് ചെയ്യുക. അപ്പോൾ എന്തൊരു ചൂട്, ഇവിടെ നല്ല ചൂടുണ്ടല്ലേ എന്ന് അദ്ദേഹം പറയുവാണ്. അപ്പം മലേഷ്യയിലൊക്കെ എങ്ങനെയാണ്, നല്ല ചൂടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഞാനിപ്പോൾ എന്ത് പറയാനാ, എനിക്കെങ്ങനെ അറിയാം എന്ന് ഈ ചേട്ടൻ എന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അല്ല ഇളയച്ചൻ മലേഷ്യയിൽ നിന്നല്ലേ വരുന്നത് എന്ന് ശ്രുതി ചോദിച്ചു. അതെ, ഇപ്പം ഇവിടെ ചൂടാണോ തണുപ്പാണോ കാറ്റടിക്കുന്നുണ്ടോ എന്നൊക്കെ ഞാനെങ്ങനെ അറിയാനാ? ഐ ഡോണ്ട് നോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇളയച്ചൻ ഇങ്ങനെ തട്ടി വിടുക. അല്ല, നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ചൂടുണ്ടായിരുന്നോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് നമ്മുടെ മഹേഷ്. അത് പിന്നെ ചൂടില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ഒരു കണക്കിനെ അത് വളരെ നല്ലതാ. തുണിയൊക്കെ അയ്യാലിട്ടാലേ പെട്ടെന്ന് ഉണങ്ങുമെന്ന് പറഞ്ഞു. തോലൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമെന്ന് പറഞ്ഞു. തോലോ? ഇളയച്ചൻ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ ശ്രുതി, ഇവന് ഫുള്ള് ഡൗട്ടാണല്ലോ. കമോൺ എന്നും പറഞ്ഞുകൊണ്ട് ഇളയച്ചൻ ശ്രുതിയെയും വിളിച്ചുകൊണ്ട് പോകുന്നു. സച്ചിയും മഹേഷും ഇത് എന്തുവാടാ ഇതെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക. മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നമാണല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ ഒരു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നടക്കുവാണ്. ഇങ്ങനെ നടന്ന് അവിടുത്തെ വിശേഷങ്ങൾ ഇവിടുത്തെ വിശേഷങ്ങൾ പൊട്ടത്തരങ്ങൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു. പിന്നെ മഴയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ മഴ പെയ്ത തടാകത്തിലെ വെള്ളം കമ്പിളിൻ്റെ വീട്ടിലേക്ക് കയറും. നിങ്ങൾ ന്യൂസിൽ കണ്ടിരുന്നില്ലേ, ദുബായിൽ നട റോഡിലൂടെ വെള്ളം പുഴ പോലെ ഒഴുകുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ. അപ്പോൾ ദുബായിലോ എന്നും പറഞ്ഞ് സച്ചി നിൽക്കുന്നു. ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിങ്, അയ്യോ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പം മലേഷ്യ മാറിയപ്പോൾ ദുബായ് ആയടാ എന്ന് മഹേഷ് പറയണു സച്ചിയോട്. ശ്രുതി നേരം ഇപ്പം ഇളയച്ച ഇതിൽ കൂടുതലൊന്നും ഇവിടെ കാണാനില്ല, അത് മാത്രമല്ല നല്ല വെയിൽ, അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല. നീയാണോടാ പറയുന്നത്? നിനക്ക് എന്താണ് അറിയാവുന്നത്? ഇളയച്ച, ഇനി ഈ ഗ്രാമത്തിൽ ഒരുപാട് കാണാനുണ്ട്. ഞാൻ ഈ ഗ്രാമത്തിൽ വളർന്നവനാ. എനിക്ക് ഇവിടുത്തെ മുക്കും മൂലയും ഒക്കെ അറിയാം. ഞാൻ എല്ലാം കാണിച്ചു തരാം. ഇളയച്ചൻ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വിളിച്ചോണ്ട് പോകും. അപ്പോൾ അടുത്ത പരിപാടി ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇളയച്ചനാണെങ്കിൽ കഴിക്കുമോ എന്ന് ചോദിച്ചു സച്ചി. 2 വിട്ട് കഴിഞ്ഞാലേ നല്ല ഉറക്കം കിട്ടുമെന്ന് പറഞ്ഞു. അയ്യോ അച്ഛൻ സമ്മതിക്കില്ല. നീ എൻ്റെ അച്ഛനെ പറ്റി എന്താണ് പറഞ്ഞത്? അദ്ദേഹം മദ്യപിക്കാറില്ല, അച്ഛനെ കളിയാക്കാൻ വരരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഈ നമ്മുടെ ഇളയച്ചനോട് പറഞ്ഞു. അച്ഛനും തീറ് വീശാല്ലേ, കണ്ടാ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴാണ് സച്ചി ഇത് പറയുന്നത്. എന്നിട്ട് ഇവർ തമ്മിൽ ഈ പറഞ്ഞ വെള്ളം അടിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചേട്ടൻ്റെ സ്വഭാവത്തിലേക്ക് നാടൻ കയറി വന്നു. പിന്നെ അവിടെ ഒരു നാടകത്തിൻ്റെ ഒരു ഷോ തന്നെ അദ്ദേഹം നടത്തും. ഇതൊക്കെ കണ്ട് ഇവർ കിളി പോയി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.